ഞാൻ ഇതിനകത്തോളാം. ബ്യൂട്ടിഫുൾ. ഇതിന്റെ ടെക്സ്ചർ ഒരു പ്രത്യേകമാണല്ലോ. ഇതേ ഷാർക്ക്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ പപ്പയും അമ്മയും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സിഡ്നിയിൽ. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടി മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയവും അക്വേറിയം ഒക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു സിഡ്നി വാക്കിംഗ് ടൂർ പോലെ എല്ലാവരെയും നടത്തിച്ച് കാണിക്കുകയായിരുന്നു കേട്ടോ. സിഡ്നി ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഡ്നി സിറ്റി നടന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നടന്ന് കാണുമ്പോൾ ഒരു സിറ്റിയുടെ വൈബും ആ ഒരു ആർക്കിടെക്ചറും ഹിസ്റ്ററിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ നന്നായി മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു ഇത്. അന്ന് ഇച്ചിരി ഒരു സണ്ണി ഡേ ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. സിഡ്നിയിൽ ഒത്തിരി വിൻറ്റേജ് അല്ലെങ്കിൽ ഒരു വിക്ടോറിയൻ ഇറയിലുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ കാണണമെങ്കിൽ നടന്ന് തന്നെ കാണണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വാക്കിംഗ് ടൂറിലായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നതേ ലൈബ്രറിയിലെത്തി. ഇതിൻ്റെ അകത്തോട്ട് എപ്പോൾ കയറാൻ വന്ന് കയറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫുട്ടേജസ് ഞാൻ അവിടെ നിന്ന് കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി ആട്ടോ. സിറ്റിയിലാണ്, സിഡ്നിയുടെ സിഡ്നി സ്റ്റേറ്റ് ലൈബ്രറി, NSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സിഡ്നി ഇരിക്കുന്ന സ്റ്റേറ്റാണ് NSW. ഇതാണ് ലൈബ്രറിയുടെ പുറം ഭാഗമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അശ്വൻ, ഇതാണ് സിഡ്നിയുടെ സ്റ്റേറ്റ് ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ NSW സ്റ്റേറ്റ് ലൈബ്രറി 1826 തുടങ്ങിയതാണ്. ഇത് ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് ലൈബ്രറി ഇൻ ഓസ്ട്രേലിയ കേട്ടോ. ഇതിൻ്റെ സർവീസസ് ഫ്രീ ആണ്. യൂഷ്വലി ഇവിടെ കൂടുതലും വരുന്നത് സ്റ്റുഡൻസ് ആണ്, റെഫർ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അല്ലാണ്ട് നമുക്ക് നോർമലായിട്ട് വായിക്കാനും അല്ലെങ്കിൽ ബുക്കൊക്കെ എടുക്കാനാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് മെമ്പർഷിപ്പ് കാർഡ് വേണം, പക്ഷെ അത് ഫ്രീ ആണ്. വന്ന് നമുക്ക് ബുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലെ കൂടെ ഒന്ന് റൗണ്ട് അടിച്ചു. പിള്ളേരാണ് കൂടുതലും പഠിക്കുന്നത്, അപ്പോൾ വലിയ ഒച്ചയൊന്നും ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തത്. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാവരും പഠിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഒബ്ജക്ട്സ് ഗാലറി ഉണ്ടായിരുന്നു. പഴയ സാധനങ്ങളും ആർട്ടിഫാക്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഏരിയ പോലെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണുമായിരുന്നു കേട്ടോ. കുറേ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് പൊട്ടിച്ചു. പണ്ടത്തെ രാജാവിൻ്റെ മകനാണ്. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചു. ദേഷ്യത്തിൻ്റെ ആരുടെ പൊട്ടിക്കലായിരുന്നു. കണ്ടില്ലേ, ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചപ്പോൾ കൈ മുറിഞ്ഞപ്പോൾ വെച്ച ഓയിൻമെൻ്റ് ആണ്. മാർട്ടിൻ പ്ലേസ് ലൈബ്രറി കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം ഇല്ലേ, അതിനും പിന്നെ പോകുന്നത് ഒരു അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഡ്നിയിൽ ഒത്തിരി വിക്ടോറിയൻ ഇറ ബിൽഡിങ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര റോയൽ ആട്ടോ കാണാനായിട്ട്. സിഡ്നിയുടെ ഒരു ഭാഗം ഭയങ്കര മോഡേണും മറ്റൊരു ഭാഗം ഭയങ്കര എലഗൻ്റ് അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ലുക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയായി സമയം, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഗ്രാബ് ആൻഡ് ഗോ കഴിക്കാൻ വേണ്ടി തട്ടി. അങ്ങനെ നമ്മൾ നടന്ന് മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കണ്ടത് സ്റ്റീവ് ഇർവിനെയാണ് കേട്ടോ. നമ്മുടെ ഓസ്ട്രേലിയയുടെ ഫേമസ് സൂ കീപ്പറും കൺസർവേഷനിസ്റ്റും ഒക്കെ ആയിട്ടുള്ള സ്റ്റീവ് ഇർവിൻ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ ഇത് കണ്ടോ, ഇവരുടെ ഈ വാക്സ് മോഡൽസ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ ടൂൾസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് റിയലിസ്റ്റിക്കാണ് നോക്ക്. ഞാൻ ഇത്രയും സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ, നമ്മളിങ്ങനെ ഭയങ്കര റിയൽ ആണല്ലേ. ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. ആ കണ്ണിൻ്റെ സൈഡിലുള്ള ആ ഒരു റിങ്കിൾസും സ്കിന്നിൻ്റെ ടെക്സ്ചറും ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആട്ടോ.
ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഒരു രക്ഷയില്ല. നോക്കിയാൽ അപ്പോൾ ആ മുടിയും താടിയുടെ ഒരു ടെക്സ്ചറും മുടിയുടെ ടെക്സ്ചറും വേറെ, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ അടുത്ത് കുറച്ച് ഭയങ്കര അടുത്ത് ക്ലോസപ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇവർ ശരിക്കത്തെ ആൾക്കാരാണോ നമ്മുടെ മുന്നിലോട്ട് ചാടി അങ്ങ് വീഴുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മമ്മിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി, മേരി മാക്കിലോ. മമ്മി അപ്പോൾ അതുകൊണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഹാളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയറായ പേഴ്സണാലിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രിൻസ് ഹാരിയും മെഗനൊക്കെ അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇത്രയിടം വരെ വന്നിട്ട് നമ്മളൊന്ന് വർത്താനം പറയാണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഹായ് ഹലോ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം ആളുടെ അടുത്താണ്, ഗാന്ധി അപ്പൂപ്പൻ. പപ്പ എന്തോ കാര്യമായിട്ട് ഗാന്ധി അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ഇതാരാ നോക്കി നിൽക്കുന്നത്? ഇങ്ങേരാണ് എല്ലാത്തിനും കാരണം. ഞാൻ അങ്ങേരോട് പറഞ്ഞു ഇനിയൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ, ചിന്തിച്ചിടത്തോളം മതി. അത് ജിമ്മിക്കുമ്പോൾ ചെയ്തോളൂ ഒരു പ്രാങ്ക് പുള്ളി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. അതാ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ കിങ് ചാൾസും പിന്നെ വില്യം, കെയ്റ്റ് എല്ലാവരും ഉണ്ടല്ലോ. പ്രിൻസ് വില്യം കെയ്റ്റ് എന്ത് ഡച്ചസ് ഓഫ് സസെക്സ് അല്ലേ? ഡച്ചസ് ഓഫ് സസെക്സ് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് മമ്മിക്കൊരു പ്രൊമോഷൻ കിട്ടി, പെട്ടെന്നൊന്ന് ചെറുതായിട്ട് രാജ്ഞിയായിട്ടുണ്ട്. അപ്പോൾ അവരത് ആ മൊമെൻ്റ് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സൈഡിലോട്ട് വന്നപ്പോഴത്തേനും അവിടെ നമ്മുടെ ക്രിക്കറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നു, കോഹ്ലി ഉണ്ടായിരുന്നു. പിന്നെ കോഹ്ലിയുടെയൊക്കെ നോക്കിയാൽ നല്ല ഡീറ്റെയിലിംഗ്, പക്ഷെ ഭയങ്കര ഷാർപ്പ് ഫേസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഫേമസ് ക്രിക്കറ്റർ ഡോൺ ബ്രാഡ്മൻ. അതിൻ്റെ ഇടയ്ക്ക് പപ്പ സച്ചിനോട് ചെക്ക നന്നായിട്ട് പല്ല് കേൾക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു സൂപ്പർ ഹീറോസിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ കിടന്ന് കൊപ്രായൊക്കെ കാണിച്ച് അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേനും ആരെവിടെ മെർലിൻ മൺറോ ആയിരുന്നു. മെർലിൻ മൺറോയുടെ സ്കേർട്ട് മൊമെൻ്റ് അവർ നന്നായിട്ട് അത് ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബോളിവുഡ് സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേനും അവിടെ നിൽക്കുന്നത് നമ്മുടെ ഷാറുഖ് ഖാനും വരുൺ ധവാനും. ഞങ്ങളെന്ത് ചിന്തിക്കുകയായിരുന്നു, വരുൺ ധവാൻ. ഞാൻ അവിടെ അമിതാഭ് ബച്ചനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഷാറുഖ് ഖാനും അമിതാഭ് ബച്ചനും അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ് ഹെംസ്വർത്തിനെ കണ്ടു കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു മോഡൽസ് വാക്സ് മോഡൽസ് എല്ലാം ഇവരുടെ ഓൾമോസ്റ്റ് കറക്റ്റ് ഹൈറ്റിലും വെയ്റ്റിലും ആയിരിക്കും ഇവരുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള അക്വേറിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് മാഡം ട്രിസാഡ്സും അക്വേറിയം കൂടെ ഒരുമിച്ചുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് എടുത്ത്. അപ്പോൾ അതെ അക്വേറിയത്തിലോട്ട് നമ്മൾ കയറുകയാണേ. ഇവിടെ 2 പെൻഗിൻ ഇരിക്കുന്നു. പെൻഗിന്റെ കുഞ്ഞുങ്ങളാ, എന്ത് രസമാണ്. അയ്യോ ഇവിടെ എന്ത് പരിപാടി? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുകയെന്ന് തോന്നുന്നു. ഭയങ്കര ക്യൂട്ട്. ഇതാണ് സ്റ്റാർ ഫിഷ് കണ്ടോ? സ്റ്റാർ ഫിഷ് അതിൻ്റെ അറ്റം കണ്ടോ? അയ്യോ ഇത് നോക്കി, ഒരു പാമ്പ് പോലെ ഉണ്ട്. ഇത് ഈലാണോ? ഓ ശരിക്കും പാമ്പ് പോലെ ഉണ്ട്. അവളെ വാ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തുറക്കുന്നുണ്ടേ. ക്ലൗണാ? നല്ല രസമുണ്ട്. അത് അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്.
ആ ഓറഞ്ച് നീമോ നോക്ക് അതിന്റെ ഇടയിൽ ഇങ്ങനെ ചില്ല് ചെയ്യണം. എന്ത് രസം നോക്ക്. ഓ നോക്കി ഇത് എന്ത് ഭംഗി നോക്കി കാണാനായിട്ട്. പെയിന്റ് അടിച്ചത് ഇതിന് ക്ലൗൺ അല്ല. നീമോടെ കളർ അതുണ്ട്. നോക്കി അവന്റെ കഴുത്ത് എന്തൊരു നീളം നോക്കി. പുറകോട്ടൊക്കെ നീന്തുന്നു. എന്തൊരു നീള. ഇതിനെന്ത് പ്രായം ഉണ്ടാവുമായിരിക്കില്ലേ ചിലപ്പോ. ഇത് നോക്കി ജീവിയാ. എന്ത് ഭംഗിയാ പക്ഷെ കാണാൻ. നോക്കി ഒരു മരം പോലെ ഉണ്ട് മോളെ താഴെ ഇങ്ങനെ ജെല്ലി ഫിഷ് പോലെ അടിയിൽ തന്നെ മോള് കയറി. ഇതൊക്കെ നോക്കി. ഇതൊക്കെ എന്തൊക്കെയോ ജീവികളാ. ഇത് ജീവികളാണോ പ്ലാന്റ്സ് ആണോന്ന് പറയാൻ പറ്റില്ല. അല്ല അവിടെ ഇത് കണ്ടപ്പോൾ ജീവിയാ. പ്ലാന്റ്സ് ആയിരുന്നു. അല്ലല്ല ഇത് ജീവിയാ. ഇത് ജീവിയാ അല്ലേ. അറിയില്ല അവിടെ ഇതുപോലെ ഇത് കോറൽസാ. ഇത് കോറൽസാ. കോറല്ല. അവിടെ എഴുതിയിട്ടുണ്ട്. കോറൽസ് ഒക്കെയാ. പോളിപ്സ് അല്ലേ ഇത് പോളിപ്സാ. ആ ശരിയാ വലിയ കണ്ണ് നോക്ക്. കണ്ണ് കണ്ണ് പൊട്ടിപ്പോലട. തുറച്ച്. ഇതിന്റെയൊക്കെ കണ്ണ് ഭയങ്കര കാർട്ടൂണിഷ് കണ്ണ് അല്ലേ. ഇത് നല്ല ഭംഗിയല്ലേ നല്ല പെയിന്റ് ഓ ഇതൊക്കെ ഇത് പെയിന്റ് ചെയ്തവരുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇങ്ങനെ പല കളർ വാമിനെ നോക്കും. അതിന്റെ ഷാർക്കാ. ശരിക്കും എത്ര സുന്ദരമല്ലേ. കണ്ടാ ഇങ്ങനെ രണ്ട് കണ്ണ് മുകളിൽ ആ വരച്ചു. എന്ത് രസം. അത് കണ്ടോ അവൻ ആ തടിയൻ ഉണ്ടപ്പൻ. ഇത്രയും തടിക്കുന്നത്. ഇതൊക്കെ നോക്കിയേ അതിന്റെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കോറൽസ് ആണ്. പീകോക്ക് മാൻറ്റിസ് ഷ്രിംപ്. പ്രേയിങ് മാന്റിസ് ഇല്ലേ ആ സാധനത്തിന്റെ പേര്. നീമോ നീമോ നീമോ. അതെന്തോരം ഭംഗിയാണ്. നല്ല ചെടികളാ. ഇങ്ങനെ ചെന്നൈക്ക് റബ്ബർ പോലെ അല്ലേ. നീമോനെ കണ്ടോ? ആ കണ്ടോ? ഒളിച്ചിരിക്കുന്ന. ഈ ഒരു സെക്ഷനിലോട്ട് ചെന്നപ്പോഴത്തേനും നമുക്ക് ഈ സ്റ്റാർ ഫിഷിനൊക്കെ നമുക്ക് തൊടാം. എന്നുവെച്ചാൽ ജീവനുള്ള സ്റ്റാർ ഫിഷാണ്. അപ്പോൾ നമുക്ക് കൈ ഇട്ട് തൊടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ. ഇതിനെ തൊടാം. ഇതിനെ ഇത് തൊടാല്ലേ. real-ആണ്. കയ്യെ തൊടാല്ലേ. അശ്വിൻ തൊട്ടോ. ഇല്ല. തൊട്ടില്ല. നീ തൊട്ടിട്ട് ഞാൻ തൊടാം. ഞാൻ അതിനെ തൊടാം. ഇതിനെ തൊടാം. നീ ഇതിനെ തൊടാം. ആ ബ്യൂട്ടിഫുൾ. ഇതിന്റെ ടെക്സ്ചർ ഒരു പ്രത്യേകമാണല്ലോ. നൈസ്. മഷ്റൂം പോലത്തെയാണോ അല്ലേ. നല്ല ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുതരം സീലുള്ള മഷ്റൂം പോലെ അല്ലേ. ഷെഡ് പോലെ. അത് സ്റ്റാഫ് റെസ്ക്യൂ ഡുഗോ. ഇത് കളിക്കുന്നത് ഫിന്നൊക്കെ അല്ലേ. ഇത് കണ്ണിങ്ങനെ ഉള്ളിലാണ്.
നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ കണ്ണിന്റെ അവിടെയും ലൈറ്റ് ഉണ്ട് കളർ. അതിന്റെ ചുറ്റുമുള്ളതിനല്ലേ. ദേ ഷാർക്ക് ഷാർക്ക്. ഓ ഇത് ആ ഇത് മതി നമ്മളെ കൊല്ലാനായിട്ട്. ആ ഇവിടെ നിൽക്ക് പപ്പ മമ്മി ഇവിടെ നിൽക്ക് പെട്ടെന്ന് നിൽക്ക്. പെൻഗ്വിൻസ് നടന്നു നോക്ക്. ഇവിടെ ഒരാള് ദേഹം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് അവിടെ ഉണ്ട്, അവിടെ കുറച്ചും കൂടെ. ജെല്ലി ഫിഷ് ചെറിയ പക്ഷെ ഭയങ്കര ഇതാട്ടോ. അറിയില്ല അതിന്റെ ടെയിൽ നോക്കി എത്ര നീളമാണ്. ടെയിലോ എത്ര നീളം ഉണ്ടാവും. ഓ വാലൊക്കെ ഒരു കമ്പി പോലെ. അത് ഗ്ലൈഡ് ചെയ്യുന്നതേ ഗ്ലൈഡ് ചെയ്യുന്ന എന്ത് ഗ്രേസ്ഫുള്ളി നമുക്ക്. അങ്ങനെ അക്വേറിയം എല്ലാം കണ്ട് പപ്പയും മമ്മിയും അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നമുക്കും ഇഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ചബിൾ ഒരു സംഭവമാണ് അക്വേറിയം മാഡം ടുസാഡ്സും. മാഡം ടുസാഡ്സ് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയെങ്കിലും അക്വേറിയം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഈ സീ ലൈഫ് ആനിമൽസിൻ്റെയൊക്കെ കുറേ സ്റ്റഫ് ടോയ്സ് ഒക്കെ വിൽക്കുന്ന ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും മേടിച്ചില്ല, നമ്മളെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. ഇത്തവണ നമ്മൾ കാർ എടുത്തില്ല സിറ്റിയിലോട്ട് വരാനായിട്ട്. നമ്മൾ ഇവരെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിനാണ് വന്നത്. അപ്പോൾ തിരിച്ചും അതുപോലെ നമ്മൾ തിരിച്ച് ട്രെയിനിൽ പോവുകയാണ്. എല്ലാവരും കുറച്ച് മടുത്തു. അപ്പോൾ ട്രെയിനിലിരുന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങി. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് നമ്മൾ ആ ദിവസം വൈൻഡപ്പ് ചെയ്തു. ഇനി നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.